ഈസി സംസ്കൃത് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 5ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. അപ്പോൾ നമുക്ക് റിവിഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം മുതലുള്ള 1-2 പാഠങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്കായി 1 എന്നാൽ 1ാം അധ്യായം. യൂണിറ്റിൻ്റെ പേരാണ് ദുലാരെ പൽ. എന്നതിൻ്റെ അർത്ഥമാണ് പ്രിയപ്പെട്ട നിമിഷങ്ങൾ അല്ലെങ്കിൽ ഓർത്തു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ സുന്ദരമായ നിമിഷങ്ങൾ എന്നതാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അടുത്തത് ധൂപ് ആ ഗയി. ഇത് എഴുതിയിട്ടുള്ളത് പ്രയാഗ് ശുക്ലയാണ്. ധൂപ് ആ ഗയി എന്നതൊരു കവിതയാണ്. അപ്പോൾ ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. കവിതയുടെ ഹെഡിങ് എന്താണെന്നാണ് പറഞ്ഞത്? ധൂപ് ആ ഗയി എന്നതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ള ആളാണ് പ്രയാഗ് ശുക്ല. ഇനി നമ്മൾ വായിക്കുന്നതാണ് കവിത. ആദ്യത്തെ വരി ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. മീനിങ് രാവിലെ തന്നെയുള്ള വെയിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ വരി കലിയാം പ്യാരി പ്യാരി മഹക്കീം. ഈ വരിയുടെ അർത്ഥമാണ് മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇനി മൂന്നാമത്തെ വരി കലിയാം ക്യാരി ക്യാരി മഹക്കീം. ഈ വരിയുടെ അർത്ഥമാണ് ഓരോ പൂത്തടങ്ങളിലെയും മൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. നാലാമത്തെ വരി കലിയാം ഇതനി സാരി മഹക്കീം. അത്രയധികം പൂമൊട്ടുകളാണ് ഇപ്പോൾ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 വരി കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെ വാക്കുകളുടെ അർത്ഥം കൂടി ഒന്ന് പറയാം. ധൂപ് എന്നാൽ വെയിൽ, സുബഹ് എന്നാൽ രാവിലെ, കലിയാം പൂമൊട്ടുകൾ, പ്യാരി മനോഹരമായ, മഹക്കിം സുഗന്ധം പരത്തി, ക്യാരി പൂത്തടം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 വരിയുടെ അർത്ഥം ഒന്ന് ചുരുക്കി പറയാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു വരികയും പ്രകൃതിയിലേക്ക് വെളിച്ചവും വെയിലും കടന്നു വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ മാറ്റങ്ങളെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. വെയിൽ വീഴുന്നതോടെ തോട്ടങ്ങളിലെ ചെറിയ പൂമൊട്ടുകൾ വിരിഞ്ഞ് ചുറ്റിലും മനോഹരമായി സുഗന്ധം പരത്തുന്നു എന്നതാണ് ഈ കവിതയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ ക്രോഡീകരിച്ച് പറയുന്ന ഒരർത്ഥം. ഇനി അടുത്ത 4 വരികളാണ്. ഹവാ ബഹ്രഹി ഠംഠി ഠംഠി. ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വരി ഘൂം രഹി വഹ് ബഹ്കി ബഹ്കി. ഈ വരിയുടെ അർത്ഥം ആ കാറ്റ് സ്വതന്ത്രമായി ചുറ്റി നടക്കുന്നു. ഇനി മൂന്നാമത്തെ വരിയാണ് ഉടുത്തി ഉടുത്തി ആയിം ചിടിയാം. പക്ഷികൾ പറന്ന് പറന്ന് എത്തിച്ചേർന്നു എന്നതാണ് ഈ വരിയുടെ അർത്ഥം. അടുത്തത് 4ാമത്തെ വരിയാണ് ഫുദക് ഫുദക്കർ വേ ഭീ ചഹ്കി. അർത്ഥം എന്ന് പറയുന്നത് തുള്ളിച്ചാടി സന്തോഷത്തോടെ ചിലച്ചു. ഇതിലുള്ള ഈ 4 വരികളുടെ അർത്ഥം ഒന്ന് ജസ്റ്റ് ചുരുക്കി പറയണം. തണുത്ത കാറ്റ് വീശുന്ന മനോഹരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഈ വരികൾ പറയുന്നത്. കാറ്റ് എങ്ങും വീശിയടിക്കുമ്പോൾ പക്ഷികൾ പറന്നു വരികയും അവ ചാടിച്ചാടി സന്തോഷത്തോടെ ചിലയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ വരുന്ന പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് പ്രവർത്തനം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ഈ ചിത്രത്തിന് അനുയോജ്യമായ നിറങ്ങൾ നൽകുക എന്നതാണ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? കലി ഹേ. ഇതൊരു മൊട്ടാണ്. തൊട്ടപ്പുറത്തെ ചിത്രത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? യഹ് ചിടിയ ഹേ. ഇതൊരു പക്ഷിയാണ്. ഈ 2 ചിത്രങ്ങൾക്കും നിറം നൽകുക. ഇവിടെ കുറച്ച് നിറങ്ങളുടെ ചിത്രങ്ങളും പേരും തന്നിട്ടുണ്ട്. ചുവപ്പിന് ലാൽ, പച്ചയ്ക്ക് ഹര,
കറുപ്പ്, കാല, നീലയ്ക്ക് നീല. അടുത്തത് ശബ്ദ പഹചാനേം കവിതാമേം രേഖാങ്കിത കരേം. അതായത് വാക്കുകൾ തിരിച്ചറിയുകയും കവിതയിൽ ആ വാക്കുകൾക്ക് അടിവരയിടുകയുമാണ് ചെയ്യാനുള്ളത്. ഇത് തന്നിരിക്കുന്ന വാക്കുകളാണ് ചിടിയാം, ക്യാരി, കലിയാം, ഹവ, ധൂപ് എന്നീ വാക്കുകൾ കവിതയിൽ അടിവരയിടണം. കലിയാം എന്നാൽ മൊട്ടുകൾ, ക്യാരി പൂത്തടം, ഹവ കാറ്റ്, ചിടിയാം പക്ഷികൾ, ധൂപ് വെയിൽ. ഇനി അടുത്ത പേജ് ഹം ഭി ജോഡേം. അതിൻ്റെ അർത്ഥം നമുക്കും കൂട്ടിച്ചേർക്കാം എന്നാണ്. ക്യാ ഖാന പസന്ദ് ഥാ. എന്താണ് തിന്നാൻ ഇഷ്ടപ്പെട്ടിരുന്നത്? ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആരുടെ ചിത്രമാണ്? ഒരു നായക്കുട്ടിയുടെ ചിത്രമാണ്. ഈ നായക്കുട്ടി എന്ത് കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കിസ്കെ നീച്ചെ സോത്താ ഥാ. അതായത് എന്തിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത്? കിസ്കെ സാത്ത് ഖേൽതാ ഥാ. എന്തിൻ്റെ കൂടെയാണ് കളിച്ചിരുന്നത്? ഇതിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത് എന്നതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഫാനിൻ്റെ താഴെയാണ് നായക്കുട്ടി കിടക്കുന്നത്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയാണ് കളിച്ചിരുന്നത്? പന്തിൻ്റെ കൂടെ അല്ലേ? താഴെയായിട്ട് എഴുതിയിട്ടുള്ള പ്രവർത്തനമാണ് ഇൻകി മദദ് സേ കവിത മേം പങ്ക്തിയാം ജോഡേം. ഇവയുടെ സഹായത്തോടെ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കുക. അടുത്ത പ്രവർത്തനം പരിചിത് ശബ്ദോം പർ ഗോല ലഗായേം. ഇതിൻ്റെ അർത്ഥം പരിചിതമായ വാക്കുകൾക്ക് ചുറ്റും വട്ടം വരയ്ക്കുക എന്നതാണ്. എന്നിട്ടുള്ള വാക്കുകൾ രാത് കാ സമയ് ഥാ. രാത്രി സമയമായിരുന്നു. അത് നീതു കെ ഹാത്ത് മേം കിതാബ് ധി. നീതുവിൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. നീതു ഘർ കെ ബാഹർ ധി. നീതു വീടിന് പുറത്തായിരുന്നു. അടുത്തത് അമ്മ ചായ ലേക്കർ ആയേം. അമ്മ ചായയുമായി വന്നു. അടുത്ത വരിയാണ് നീതു ഖുശ് ഹുയി. നീതു സന്തോഷിച്ചു. പരിചിത് ശബ്ദ് ലിഖേം. നിങ്ങൾക്ക് അറിയാവുന്ന പരിചിതമായിട്ടുള്ള വാക്കുകൾ എഴുതുക. താഴെ നൽകിയിരിക്കുന്ന ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന വരികൾ കൂട്ടിച്ചേർത്തി വാക്കുകൾ എടുത്തെഴുതുക. ഇനി അടുത്ത പേജ്. ഇവിടെ ചിത്രങ്ങൾ കാണാനുണ്ടല്ലോ. എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? പില്ല എന്നിവിടെ വട്ടത്തിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. പില്ല എന്നാൽ നായക്കുട്ടി എന്നാണ് അർത്ഥം. സേതാ ഹേ ഉറങ്ങുന്നു. ഖാതാ ഹേ ഭക്ഷണം കഴിക്കുന്നു. ഖേൽതാ ഹേ കളിക്കുന്നു. ചിത്ര ദേഖേം ലിഖേം. ചിത്രം നോക്കിയിട്ട് എഴുതുക. പില്ല ഡാഷ് ഹേ. ഇവിടെ എന്താണ് എഴുതേണ്ടത്? പില്ല ഖാതാ ഹേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉത്തരമായി എഴുതേണ്ടത്.